അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ റിസ്ഖുണ്ടല്ലോ, നിന്റെ സമ്പത്തുണ്ടല്ലോ, അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കടലിന്റെ ഓരത്ത് പോകുന്നവരെ കാണാ, കടലിന്റെ ചാരത്ത് പോയി നിൽക്കുന്നവരെ കാണാ, ചെറിയ പറവകൾ കടലിന്റെ എതിരെ പറന്നു പോവുകയാ. എവിടെയെന്നറിയുമോ? ഭക്ഷണമെടുക്കാൻ. പടച്ചവനെ, ലക്ഷദ്വീപിൽ ഞാൻ പോയപ്പോ ബോട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അല്ലാഹുവേ, ചില പക്ഷികൾ ഇങ്ങനെ പറന്നു നടക്കുകയാ. കടലിലാണ് ആ പാവകള്, ആ പറവകൾ ജീവിക്കുന്നത് കടലിലാണ്. പടച്ചവനെ, ആ വെള്ളത്തിൽ തന്നെയാണ് അത് താമസിക്കുന്നത്. അതാ പറന്നു വന്നിട്ട് മീൻ ഇങ്ങനെ കുത്തിയെടുത്ത് കഴിക്കുകയാ. വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, തവക്കൽതു അലല്ലാഹ്. ജീവിതത്തിൽ പറയാ തീരുമാനിക്കുക, അല്ലാഹുവേ, നിന്റെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ, നിന്റെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ, നിന്റെ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ, നിന്റെ ഭക്ഷണത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ, നിന്റെ ആരോഗ്യത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ. അല്ലാഹു നിനക്ക് നൽകിയതിൽ മുഴുവനും അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാണ്. അല്ലാഹു നിലനിർത്തി തരികയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, മക്കളെ പീഡിപ്പിക്കുന്ന ഉമ്മമാരെ, മക്കളെ ചെറുപ്രായത്തിൽ വല്ലാതെ പീഡിപ്പിക്കുകയാ. മക്കളോട് പറയുകയാ, നല്ലതുപോലെ പഠിക്കണം, നല്ലതുപോലെ പൈസ ഉണ്ടാക്കണം, എങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് 5ാം ക്ലാസ്സുകാരനെ പീഡിപ്പിക്കുന്ന എന്റെ ഉമ്മയോട് പറയുകയാ. എന്തിനാ മക്കളെ കുറിച്ച് ഓർത്ത് പ്രയാസപ്പെടുന്നത്? എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്നത്? ഒരിക്കലും അല്ലാഹു നിങ്ങൾക്ക് അന്നം മുട്ടിക്കൂലല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മക്കളുടെ ചാരത്തേക്ക് കടന്നു പോവുകയാണ്. എല്ലാവർക്കും പേടിയാണ്. പള്ളിക്ക് കൊടുക്കാൻ, പാപങ്ങൾക്ക് കൊടുക്കാൻ ഈ ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വന്നപ്പോ ഒരു 10 രൂപ എടുത്തിട്ട് അതിനകത്ത് നിനക്ക് വല്ലാത്ത പേടിയാണ്. ഉസ്താദേ, ദാരിദ്ര്യം വരുമല്ലോ, ഉസ്താദേ, പട്ടിണി വരുമല്ലോ. പേടിയാണ്, പേടിയാണ്, പേടിയാണ്. എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ, ഒരിക്കലും നിങ്ങൾ ഭയപ്പെടണ്ട. നിന്റെ വീടിനകത്ത് പട്ടിണി വരില്ല, നിന്റെ വീടിനകത്ത് പട്ടിണി വരില്ല. മരിക്കുന്ന കാലം വരെ പട്ടിണി വരൂല. ഒരു സംഘടനയുടെ മുന്നിലും നീ അതാ അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കണം. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ റബ്ബ് വരുത്തൂല. അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, ഞാൻ പറയുന്നതനുസരിച്ചാ മരിക്കുന്ന കാലം വരെ പിരിവെടുക്കണ്ട, മരിക്കുന്ന കാലം വരെ കൈനീട്ടി യാചിക്കണ്ട. നിന്റെ കുടുംബത്തിനകത്ത് അല്ലാഹു ദാരിദ്ര്യം തരില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എല്ലാവർക്കും പേടിയാ, പടച്ചോനല്ല, എങ്ങനെ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വരും, വലിയ പ്രയാസം വരും, പട്ടിണി വരും, പൈസ തീർന്നു പോകും, എല്ലാത്തിനും പേടിയാ. അല്ലാഹു നമ്മളുടെ പേടി മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു പേടി മാറ്റി തരുമാറാകട്ടെ. മരിക്കണ കാലം വരെ ആരുടെ മുന്നിലും കൈനീട്ടണ്ട. ഒരു കാലത്തും നിന്റെ വീടിനകത്ത് പട്ടിണി വരൂല. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എടാ, അംബാനിയുടെ വീട്ടിൽ പട്ടിണി വന്നാലും നിന്റെ വീട്ടിൽ ചോറുണ്ടാകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തൊക്കെ സംഭവിച്ചാലും, ഈ ലോകം മുഴുവനും തലകീഴായിട്ടും അറിഞ്ഞാലും നിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു കാര്യം ചെയ്യണം, ഒരേ ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാകില്ല, ഹലാലായ ഭക്ഷണം ഉണ്ടാകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ 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 മരിക്കുന്ന കാലം വരെ കൊറോണ വന്നാലും, ഗൾഫിൽ നിന്ന് പൈസ വന്നാലും, ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും
നിന്റെ വീട്ടിൽ എന്നും ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു കാര്യം ചെയ്യണം. ചെയ്യോ നിനക്ക് വേണമെങ്കിൽ ചെയ്യും, എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ പോലെ. നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടെങ്കിൽ സിറാജിന് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. ഞാൻ പൈസ ചോദിച്ചാ, നിന്റെ പൈസ ആർക്ക് വേണം? അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ് അംബാനിയല്ലേ, നിന്റെ പൈസ എന്തിനാ അള്ളാഹ്ക്ക്? താത്ത നീ സ്വർണ്ണം ഒന്നും കൊടുക്കണ്ട. അള്ളാഹ് പറയുന്ന, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താൽ മരിക്കണ കാലം വരെ നിനക്ക് പട്ടിണി ഇല്ലാതെ കഴിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവെക്കും. പള്ളിയുടെ മുന്നിൽ പിരിവെടുക്കാൻ പോകുന്നവൻ പൊക്കണ്ട, നീ പിരിവെടുത്തു. ഇങ്ങനെ SKSF അപേക്ഷ കൊണ്ടുകൊടുത്ത സഹചാരിക്ക് പലതും തായെന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹുവേ കൈപൊക്കിക്ക് ദുആ ചെയ്യട്ടെ. അള്ളാഹുവെ ആരൊക്കെ ഈ സദസ്സിൽ ഇരുന്ന് കൈപൊക്കിയോ മരിക്കണ കാലം വരെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അള്ളാഹുവെ. നീ ദാരിദ്ര്യം തരല്ലേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഹലാലായ ഭക്ഷണം നീ തരണേ പടച്ചവനെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹു പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, സൂറത്തു ത്വാഹ അല്ലാഹു പറയുകയാ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും 5 നേരം നമസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് തരും? ഉറക്കപ്പറ, ആര് തരും? അല്ലാഹു തരും. അല്ലാഹു എങ്ങനെ രാഷ്ട്രീയക്കാരനാണോ പറഞ്ഞ വാക്കുമാറ്റാൻ? അല്ല. അള്ളാഹു ചോദിക്കുകയാ, ലാ നസ്അലുക റിസ്ഖ. നീയല്ല റിസ്ഖ് ഉണ്ടാക്കുന്നത്. നീ എന്താ പറയണേ? ഞാൻ ജോലിക്ക് പോയത് കൊണ്ടാ എന്റെ വീട്ടിൽ പട്ടിണി ഇല്ലാതെ കഴിയുന്നേ. ആര് പറഞ്ഞു? നീ ജോലിക്ക് പോയില്ലെങ്കിൽ നിന്റെ കുടുംബം പട്ടിണിയാവുന്നു നീ പറയുന്നു. ആര് പറഞ്ഞു? നിനക്ക് ജോലി തന്നതാരാ? അല്ലാഹ്. ആരോഗ്യം തന്നതാരാ? അല്ലാഹ്. അല്ലാഹ് പറയുകയാ, ഞാനാടാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാനാ ഭക്ഷണം തരുന്നവൻ. മരിക്കണ കാലം വരെ ഞാൻ തരും. നീ നിസ്കരിച്ചാ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിക്കാറുണ്ടോ? ഉണ്ട്. എപ്പോ? നമുക്ക് തോന്നണ സമയത്ത് നിസ്കരിക്കാറുണ്ട്. പള്ളിയിൽ നിന്ന് 5 നേരം മാങ്ക വിളിക്കും. അത് മോദിന്റെ ജോലി. വിളിക്കും, ഇമാമ് നിസ്കരിക്കും. നമ്മളോ? എപ്പോഴാ ആമിനാത്ത ളുഹറിന്റെ സമയം? എപ്പോഴാ? മീൻ വെട്ടി ചോറ് വെച്ച് കുളിച്ച് തിന്ന് സർവ്വതും കഴിഞ്ഞിട്ട് വൈകുന്നേരം നിന്റെ ളുഹറിന്റെ സമയം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. പിന്നെന്തിനാ അല്ലാഹ് സമയം നിശ്ചയിച്ചിരിക്കണേ? അല്ലാഹ് എന്തിനാ പിന്നെ സമയം നിശ്ചയിച്ച്? നിനക്ക് തോന്നണ സമയത്ത് നിസ്കരിക്കാനാണെങ്കിൽ പിന്നെന്തിനാ അല്ലാഹ് സമയം വെച്ചിരിക്കണേ? നിങ്ങളൊക്കെ നിസ്കരിക്കും. മക്കൾ നിസ്കരിക്കാറുണ്ടോ? നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത് എത്രാമത്തെ വയസ്സില്? പറചങ്ങാതി 7ാമത്തെ വയസ്സിൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം? താത്താമാരെ? അടിക്കണം. അത് നിങ്ങളൊന്ന് ഇവിടെ കേറ്റി നിർത്തിയിട്ട് ഞാൻ ഫാത്തിഹ ഓതിപ്പിക്കും. പോയിരുന്നു. സബ് ജൂനിയർ വിഭാഗത്തിനെ പിടിച്ചോ, എല്ലാത്തിനും തള്ളമാരെ പിടിച്ചു. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവക്കിക്കോ, ഒന്ന് പൊക്കിക്കോ. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മോളെ തല്ലിയ ഉമ്മ, സുബ്ഹാനല്ലാഹ്. മക്കള് തന്നെ നോക്കുന്ന എന്റെ ഉമ്മ ഉണ്ടോ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിലൊരു വടി വെട്ടി വെക്കണം. വീട്ടില് ഒരു വടി വെട്ടി വെക്കണം. ആരാണോ തന്റെ മക്കളെ നന്നാക്കാൻ വീട്ടിലൊരു വടി വെട്ടി വെച്ചിരിക്കുന്നത്, ആ വീട്ടുകാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ വടിയുണ്ടോ വീട്ടിൽ? വെക്കണമെന്ന് ആഗ്രഹമുണ്ട് ഉസ്താദേ.
വീട്ടിലൊരു വടി വെട്ടി വെക്കാത്തെന്തെന്നറിയോ? ആ വടിയെടുത്ത് മക്കള് വാപ്പാനെ തല്ലുമെന്ന് പേടിച്ചിട്ടാണ്. ഉമ്മായിക്ക് തന്നെ പേടിയാ, ഓളിനി എന്നെ. എനിക്കൊരു സംഭവം എന്ന് പറഞ്ഞാല്, ഒരു സഹോദരി ഫോണിൽ വിളിച്ചിട്ട് കരയാ. എന്താപ്പാ നീ കരയണേ? ഉസ്താദേ, ഞാൻ എത്ര പൊരുത്തം ചോദിച്ചിട്ടും എനിക്ക് പൊരുത്തപ്പെട്ട് തരുന്നില്ല. ഞാൻ കാലി പിടിച്ച് പൊരുത്തം ചോദിച്ചിട്ട് പൊരുത്തപ്പെട്ട് തരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ? എന്റെ വാപ്പ. ഞാൻ ചോദിച്ചു, നീ എന്ത് ചെയ്തു? ഞാൻ എന്റെ ഉപ്പാനെ തല്ലി. എത്ര വയസ്സുണ്ട്? 33 വയസ്സുണ്ട്. എന്തിനാ തല്ലി? എനിക്ക് ദേഷ്യം വന്നപ്പോ തല്ലി. എന്തോ മറുപടി പറയാനാ? അല്ലാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. നിനക്ക് തന്നെ പേടിയാ നിന്റെ മക്കള് നിന്നെ തല്ലുവോന്ന്. നമുക്ക് പണ്ടങ്ങനെ പള്ളിയിലെ ഉസ്താദന്മാര് തല്ലിയ വീട്ടിൽ പോയി പറയുവോ? പ്രായമുള്ളവര് പറ, പള്ളിയിലെ ഉസ്താദ് തല്ലിയ നമ്മൾ വീട്ടിൽ പോയിട്ട് പറയൂ ഉസ്താദ് തല്ലിന്ന്? പറയൂല. തല്ലിന്ന് പറഞ്ഞാൽ വാപ്പായും തല്ലി. നീ കുരുത്തക്കേട് കാണിച്ചിട്ടാണ് ഉസ്താദ് നിന്നെ തല്ലിയെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും തല്ലി കിട്ടും. അതുകൊണ്ട് നമ്മൾ പോയി പറയില്ല. ഇന്നെങ്ങാനും വീട്ടിൽ പോയിട്ട് ഉസ്താദ് തല്ലിന്ന് പറഞ്ഞ പിന്നെ ഉസ്താദിനെ എടുത്തിട്ട് തല്ലും. അതവസ്ഥ. കാലം എവിടെത്തി നോക്കി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് മോനെ, 5 നേരം നിസ്കരിച്ചാൽ മതി, പട്ടിണിയില്ലാതെ ജീവിക്കാൻ. നീ പറയുന്ന എന്താ? നല്ല വിദ്യാഭ്യാസവും MA-കാരനും ഡിഗ്രിക്കാരനും IPS കാരനും ആയാലേ ജീവിക്കാൻ പറ്റൂ. ആരാ അമ്മേന ഇതൊക്കെ പറഞ്ഞ്? പഠിപ്പിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പഠിപ്പിച്ചോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉറങ്ങുന്ന മകനെ പോയി വിളിക്കുന്നത് ഈ ആയത്തോതിയിട്ടാ. നീ പറയുന്നത് ഉറങ്ങിക്കോടാ, 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 രാവിലെ ട്യൂഷന് പോകേണ്ടതാ, ഉറങ്ങിക്കോടാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉറങ്ങിക്കിടക്കുന്ന മകനെ വിളിക്കുന്നത്, മോനെ എഴുന്നേക്കടാ, പള്ളിയിൽ പോവാ. ഇല്ലപ്പ, ഉറങ്ങണം ഉപ്പ, വയ്യുപ്പ. മോനെ, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ക. നിസ്കരിച്ച മരിക്കണ കാലം വരെ പട്ടിണി ഇല്ലാതെ കഴിയാടാ, എഴുന്നേക്കടാ മോനെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മരിക്കണ കാലം വരെ പട്ടിണി ഇല്ലാതെ ജീവിക്കണമെങ്കിൽ നീയും നിസ്കരിക്കണം. ആരും നിസ്കരിക്കണം? നിന്റെ ആമിനായി നിസ്കരിക്കണം. നീ നിസ്കരിക്കാൻ പള്ളിയിൽ വരും, നിന്റെ ആമിനായോ സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. മഗ്രിബിന് ഇശായിനും ടിവിയുടെ വണ്ടി പറ്റി കിടക്കാം. അല്ലാഹു അലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മക്കള് നിസ്കരിക്കോ? നിസ്കരിക്കത്തില്ല. നീ വിളിക്കാറുണ്ടോ? വിളിക്കത്തുമില്ല. പണ്ട് വാപ്പ പള്ളിയിൽ പോകുമ്പോ മക്കളെ കൊണ്ടുപോകും. ഇപ്പോഴോ? വാപ്പ പള്ളിയിൽ പോയി നിസ്കരിക്കും. വാപ്പായിക്ക് മകനെ ഉപദേശിക്കാൻ അർഹതയില്ല. ഇരിക്കണ ഏതെങ്കിലും താത്ത മോളോട് പറയാൻ പറ്റുമോ? ഡി നിസ്കരിക്കടി എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. പറഞ്ഞാൽ മോള് ചോദിക്കും, ഉമ്മ ആദ്യം ഒന്ന് നിസ്കരിക്കും. ആദ്യം ഉമ്മച്ചി നിസ്കരിക്കും, എന്നിട്ട് എന്നെ നിസ്കരിപ്പിക്കാൻ. ഇതാ നമ്മുടെ അവസ്ഥ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 ഒരു പ്രതിഫലം കൂടെ പറഞ്ഞു നിർത്താം. 5 നേരം നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന 2ാമത്തെ പ്രതിഫലം നല്ല മരണം അല്ലാഹു നൽകും. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ശംസുൽ ഉലമ, ശൈഖുനാ ശംസുൽ ഉലമ നബറല്ലാഹു മർഖദ, മഹാനവറുകളുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സമസ്തയുടെ നേതാക്കന്മാരായ പണ്ഡിതന്മാർ, കണ്ണിയത്ത് ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, അത്തിപ്പറ്റ ഉസ്താദ്, ഇവരുടെയൊക്കെ മരണം പറഞ്ഞാലേ സുബ്ഹാനല്ലാഹ് അത്ഭുതം തോന്നാറുണ്ട്. ആ മഹത്തുക്കൾ ഇന്നലെയൊക്കെ നിങ്ങൾ കേട്ടവരല്ലേ? മഹത്തുക്കളുടെ മരണം, കൊതിപ്പിക്കുന്ന മരണം. എത്ര വെട്ടവാ മയ്യത്ത് നിസ്കരിച്ച് അവസാനം പറയുക, നിസ്കാരം നിർത്തുക, അവരുടെ കഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്, ഉസ്താദേ എന്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ച രാവിലാണ്. നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചാൽ നിനക്ക് എന്നാ കിട്ടാനാ? നിനക്ക് വല്ലതും കിട്ടുമോ? നിനക്കൊന്നും കിട്ടത്തില്ല. ഉസ്താദെ, എന്റെ വാപ്പായ്ക്ക് ഷഹാദത്ത് കലിമ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ഉറക്കെ പറഞ്ഞിട്ടാ മരിച്ചേ. നിന്റെ വാപ്പ ഷഹാദത്ത് കലിമ പറഞ്ഞ് മരിച്ച നിനക്കെന്നാ കിട്ടൂടാ? നിനക്കൊന്നും കിട്ടത്തില്ല. നിനക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ നീ അതുപോലെ മരിച്ചു കാണിക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നല്ല മരണം വേണോ? നല്ല മരണം വേണോ? പൈസ ഒന്നും ചെലവാക്കണ്ട. ആരും ഒരാളും പൈസ ചെലവാക്കണ്ട. അല്ലാഹു പറയുകയാണ്, വല്ലാഖിബത്തു ലിത്തഖ്വാ. നല്ല മരണം വേണോ? ഞാൻ തരാ. ആർക്കാണ് വേണ്ടത്? കോടികളെ ചെലവഴിക്കണ്ട, പള്ളി കെട്ടി കൊടുക്കണ്ട, പാവങ്ങൾക്ക് കൊടുക്കണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ആർക്കാണ് നല്ല മരണം വേണ്ടത്? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, SKSSFന്റെ ചുണക്കുട്ടികളായ ചെറുപ്പക്കാരാ, വഅദ് നടത്തുന്നത് നല്ലതാ മോനെ. പക്ഷേ 5 നേരത്തെ നിസ്കാരം മുടക്കിയിട്ടാണ് വഅദ് നടത്തുന്നതെങ്കിൽ അതുകൊണ്ട് നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു പോവുകയാണ്. ഇന്ന് ചെറുപ്പക്കാർ മുഴുവനും കുറുപ്പിന്റെ മുകളിലാ, എല്ലാവരും സിനിമാ ലോകങ്ങളിലാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 1400 വർഷങ്ങൾക്ക് മുമ്പ് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരനായ അതാ വിവാഹം പോലും കഴിച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാരനാണ് ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. ഉബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് നിനക്കറിയുമോ? മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് വരികയാണ്. ഉബൈബ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മുസ്ലിമായതിന്റെ പേരിൽ ഉബൈബ് തങ്ങളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ശത്രുക്കളെ വിടന്ന് കൊല്ലാൻ പോവുകയാ. ഉബൈബിനെ തൂക്കി കൊല്ലാൻ പോവുകയാണ്. അവര് ചോദിക്കുന്ന, ഹുബൈബേ, ചെറിയ പ്രായമാടാ ഹുബൈബേ, വിവാഹം കഴിച്ചിട്ടില്ലടാ ഹുബൈബേ, എന്തിനാ മതം മാറുന്നത്? ഞങ്ങളുടെ കൂടെ വാടാ, നമുക്ക് കള്ളുകുടിച്ചു പെണ്ണുപിടിച്ചിട്ട് ഈ ജീവിതം അടിച്ചു പൊളിച്ചു ആസ്വദിക്കാവടാ. ചെറുപ്പത്തിലെ ചാകണ്ട ഹുബൈബേ, ചെറുപ്പത്തിലെ ചാകണ്ട ഹുബൈബേ. ഉബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടുന്ന് ശത്രുക്കൾ പറയുമ്പോ ഉബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വലുത്, മരിച്ചാലും ഞാൻ തിരിച്ചു വരൂല. ശത്രുക്കൾ പറഞ്ഞു, നീ മതം മാറണ്ട, നീ മതമൊന്നും മാറണ്ട, മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞ ജീവനോടെ വിട്ടേക്കാ, എന്തെങ്കിലും ഒരു മോശമായ വാക്ക് പറഞ്ഞ നിന്നെ കൊല്ലാതെ ഞങ്ങൾ വിടാ. ഉബൈബ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അവിടുത്തെ കാലിലൊരു മുള്ളു കൊള്ളുന്നത് പോലും ഹുബൈബിനെ സഹിക്കൂല. എന്തായാലും ഹുബൈബിനെ കൊല്ലാൻ പോവുകയാണ്. ശത്രുക്കൾ ചോദിച്ചു, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ചെറുപ്പക്കാരാ, നിന്നെ പോലെ വികാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമായി ജീവിച്ചിരുന്ന ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ചു, നിന്റെ അഭിലാഷം എന്താ? നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണം, അനുവാദം തരുമോ? അനുവാദം തരുമോ? ശത്രുക്കൾ അനുവാദം കൊടുത്തു. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് പോയി ഒന്നുമെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാ. 2 ചെറിയ സൂറത്ത് ഓതിയിട്ട് പെട്ടെന്ന് അങ്ങ് നിസ്കരിച്ചു. സുജൂദിൽ വീണു. അല്ലാഹുവിനോട് പറയുന്നു, നാഥാ, എപ്പോ നിസ്കരിച്ചാലും ഹുബൈബ് വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നിസ്കരിക്കാറ്. ഇന്ന് ചെറുതായി പോയി റബ്ബേ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, കൊതി തീർന്നിട്ടല്ല, പിന്നെ എളുപ്പത്തിൽ നിസ്കരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ നിസ്കാരം നീണ്ടുപോയാൽ, എന്റെ നിസ്കാരം നീണ്ടുപോയാ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എന്തിനാ അല്ലാഹ് ഞാൻ ഭയപ്പെടുന്നത്? എന്തിനാ ഞാൻ മരിക്കാൻ പേടിക്കുന്നത്? ഉബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിന്റെ മുകളിലേക്ക് ചാടി കയറിയിട്ട് കഴുത്തിലേക്ക് കയറെടുത്തിടുകയാ. ശത്രുക്കൾ ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യും കാലും കെട്ടുകയാണ്. അവിടുത്തെ കയ്യും കാലും കെട്ടുകയാ. കഴുത്തിൽ കയറിട്ടു. ചോദിച്ചു, ഹുബൈബേ, പറയടാ, ഇനിയെങ്കിലും തിരിച്ചു വരുമോ? ഉബൈബ് പറഞ്ഞു, എന്നെ കൊന്നാലും തിരിച്ചു വരൂല. അതാ പഴുതാ കുന്തമെടുത്തുകൊണ്ട് വന്നിട്ട് ജീവനോടെ നിൽക്കുന്ന ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് അവിടുന്ന് ഇങ്ങനെ അമ്പ് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി ഇങ്ങനെ അതാ ചീകിയെടുക്കുകയാ. ശരീരത്തിലേക്ക് അമ്പ് കുത്തിയിറക്കിയിട്ട് ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ്. ഉബൈബ് തങ്ങൾ പിടയുകയാ. ശത്രുക്കള് താഴെ നിന്ന് രസിക്കുകയാ. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു വേദന സഹിക്കാൻ കഴിയാതെ കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ ആ കാഴ്ച കണ്ടിട്ട് താഴെ നിന്ന് ഉല്ലസിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. അല്ലാഹുവേ, ഉബൈബ് തങ്ങളുടെ കണ്ണ് നിറഞ്ഞപ്പോ അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ.
രീതിയിൽ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ മലക്കുകൾ അതാ കടന്നു വരികയാണ്. അതാ അവര് ചോദിക്കുന്നു, ഹുബൈബേ കരയുകയാണോ ഹുബൈബേ? പേടിക്കല്ലേടാ ഹുബൈബേ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുന്നു, ഹുബൈബേ കരയല്ലേടാ ഹുബൈബേ, പേടിക്കല്ലേടാ ഹുബൈബേ, വിഷമിക്കല്ലേടാ ഹുബൈബേ. ആ ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് നീ വിളിച്ചു പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാ. പറയടാ ഹുബൈബേ, ഉറക്കെ വിളിച്ച് പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് തങ്ങളെ പടന്ന് സകാദത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ അതുവരെ ചിരിച്ച് കളിയാക്കിക്കൊണ്ടിരുന്നവരുടെ കണ്ണ് തള്ളുകയാണ്, ഹൃദയം പിടയ്ക്കുകയാണ്, ഹൃദയം പിടയ്ക്കുകയാണ്. പേടിച്ചുപോയി. ഹുബൈബ് കഴുക് മരത്തിൽ കിടന്നിട്ടും സഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ ശത്രുക്കള് പതറിപ്പോവുകയാ. മലക്കുകൾ പറയുന്നു, കരയല്ലേടാ, ചിരിക്കടാ ഹുബൈബേ. അവന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കടാ ഹുബൈബേ. വാപ്പാ നിസ്കരിച്ചത് വെറുതെയല്ല വാപ്പാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ട് ഈ പാതിരാത്രി പോയി കിടന്നുറങ്ങിയിട്ടും നാളെ രാവിലെ അസ്സലാത്തു ഖൈറും മിനന്നൗം. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ രോഗം പിടിച്ചു കിടക്കുന്ന നീ പോലും എഴുന്നേറ്റ് വന്ന് നിസ്കരിച്ചത് വെറുതെയല്ല. നിന്റെ മക്കളതേ വീടിനകത്ത് കിടക്കുന്നുണ്ട്, നിന്റെ മരുമക്കള് കിടക്കുന്നുണ്ട്, നിന്റെ പെമ്മക്കള് കിടക്കുന്നുണ്ട്. അവരൊക്കെ നിസ്കരിക്കാതെ വീടിനകത്ത് കിടക്കുമ്പോ പച്ചവെള്ളത്തിൽ ഉടുപെടുത്തിട്ട് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന, സുബഹി നമസ്കരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഈ നിസ്കരിക്കാതെ കിടക്കുന്നവളല്ല നിനക്ക് സകാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത്. ആഗ് വിളിക്കുമ്പോ നിസ്കരിക്കാത്തവളല്ല, അല്ലാഹുവിനെ മറന്നു നടക്കുന്നവനല്ല നിനക്ക് സകാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത്. നീ ആരെന്നറിയുമോ? നീ സാധാരണ മനുഷ്യനല്ല, നീ സാധാരണ ഒരു പെണ്ണല്ല, നീ VIP ആണ്. നിന്നെ അല്ലാഹു ആദരിക്കും പെണ്ണ്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് പറഞ്ഞു തരികയാ, പറ പെണ്ണേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലിമ മലക്കുകൾ പറഞ്ഞു തരും ബാപ്പാ. അല്ലാഹുവിന്റെ മലക്കുകളാ പറയുന്നത്, ഖുർആനാ പറഞ്ഞത്, സിറാജ് വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, ഞാൻ ആരെന്നറിയോ? ഞാൻ ആരെന്നറിയോ? നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാ. ഇതും പറഞ്ഞാ നിനക്ക് സ്വർഗമാ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ. ഷഹാദത്ത് കലിമ പറഞ്ഞു തരും പെണ്ണേ. ഇത് നമസ്കരിക്കുന്നവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലമാ. ഇത് അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിച്ചവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. ഉബയ്യ് ഇബ്നു അദിയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ മലക്കുകൾ പറയുന്നു, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സകാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാണ്. ചിരിക്കടാ ഹുബൈബേ, ചിരിക്കടാ ഹുബൈബേ. എന്തൊരു ചിരിയായിരുന്നറിയോ? മരിച്ചു കിടന്ന ഹുബൈബിന്റെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാ. ശത്രുക്കളാണെങ്കിൽ തൂങ്ങിക്കിടക്കുമ്പോ കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന സമയത്ത് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല പിടിച്ച് തിരിക്കുകയാ. കിബിലയുടെ നേരെ കിടന്ന്
ചാകണ്ട, കിബിലിയുടെ നേരെ കിടന്ന് ചാകണ്ട എന്ന് പറഞ്ഞിട്ട് തലതിരിക്കാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് തങ്ങളുടെ തല തിരിയുന്നില്ല. ശഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞ് അല്ലാഹുവേ പുഞ്ചിരിക്കുന്ന മുഖത്തോട് കഅബാലയത്തിന്റെ നേരെ തല തിരിച്ചു വെച്ചിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല കഴുകുമരത്തിൽ കിടന്ന് റൂഹ് പോവുകയാ, അവിടുന്ന് ഷഹീദാവുകയാ. ശത്രുക്കൾ പറഞ്ഞു ഇവന്റെ മയ്യത്ത് ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ, ഹുബൈബിന്റെ ജനാസ അടിക്കാൻ അനുവദിക്കരുത്, ഇവിടെ കിടന്നു പുഴുത്തു നാറട്ടെ. കാവല് നിൽക്കുകയാ, ഒരാളെ പോലും അടുത്തു പോകാതെ കാവല് നിൽക്കുകയാ. മുത്തുനബിക്ക് വല്ലാത്ത വിഷമമായി. അവിടുന്ന് ചോദിക്കുന്നു സ്വഹാബ, എന്റെ ഹുബൈബിനെ കബറടക്കുന്നതാരാ? ഒരു സ്വഹാബി പറഞ്ഞു നബിയേ യാ റസൂലല്ലാഹ്, ഞാൻ പോകാ നബിയേ, ഞാൻ പോകാ നബിയേ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു വരുമ്പോ ശത്രുക്കൾ കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുകയാ. എല്ലാവരും ഒരുമിച്ച് കൂടി നിന്ന് കള്ളു കുടിക്കുകയാണ്. അപ്പോഴാണ് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ചെറുപ്പക്കാരിയായ സൗന്ദര്യവതിയായ പെണ്ണിങ്ങനെ ഓടി വരികയാ. അവള് ചോദിക്കുന്നു ഹുബൈബിന്റെ തലയെവിടെ, ഹുബൈബിന്റെ തലയെവിടെ? എന്തിനാടി ചത്തവന്റെ തല നിനക്കെന്തിനാ? ഈ പുഴുത്ത് കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഹുബൈബിന്റെ തല വെട്ടിപ്പൊളിച്ചിട്ട് തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ. എനിക്ക് ഹുബൈബിന്റെ തല വേണം, അവന്റെ തലയോട്ടിക്കകത്ത് എനിക്ക് കള്ളൊടിച്ചു കുടിക്കണം. ആരാണ് മുറിച്ചു തരുന്നത്? വെറുതെ വേണ്ട. നിങ്ങളിൽ ആരാണോ ഹുബൈബിന്റെ തല ആദ്യം എന്റെ കയ്യിൽ കൊണ്ടുവെക്കുന്നത്, അവന് ഞാൻ എന്റെ ശരീരം തരാ. തന്റെ ശരീരം ഇങ്ങനെ തുറന്നു കാണിക്കുകയാ. അല്ലാഹുവേ, വാള് മൂരി പിടിച്ചുകൊണ്ട് ശത്രുക്കൾ ഓടുകയാ. ആ പെണ്ണിന്റെ കൂടെ കിടന്ന് സുഖിക്കുന്നതിന് വേണ്ടി ആ കഴുകുമരത്തിന് തൂങ്ങിക്കിടക്കുന്ന ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല ആ ചെറുപ്പക്കാരന്റെ തല വെട്ടുന്നതിന് വേണ്ടി എല്ലാവരും കൂടെ ഓടുമ്പോ ഈ സ്വഹാബി ഒരു മരത്തിന്റെ മുകളിൽ കയറുകയാണ്. ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് സുബ്ഹാനല്ലാഹ് കാണുന്ന രംഗമെന്തെന്നറിയോ? ജീവനും കൊണ്ടോടുകയാ. തലവെട്ടാൻ പോയവന്മാര് മുഴുവനും ജീവനും കൊണ്ടോടുകയാണ്. പടച്ചവനെ, ഒരുപാട് സമയം കഴിഞ്ഞു. ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ കാണുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് അതാ സംഭവിച്ചത് മുഴുവനും വിവരിച്ചു കൊടുക്കുകയാണ്. സ്വഹാബി ചോദിക്കുന്നു നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുകയാണ്. ലോകത്തിന്റെ നേതാവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വരികയാ. സഹാബ, എന്റെ ഹുബൈബിനെ കബറടക്കി സഹാബ. ആരാടക്കിയതെന്നറിയുമോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ വിരാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, അടുക്കളയിൽ ജോലി ചെയ്ത് കരിപുരണ്ട ശരീരവുമായി നിൽക്കുമ്പോഴാണ് ദുഹറിന്റെ ബാങ്ക് വിളിക്കുന്നത്. സർവ്വ ജോലിയും മാറ്റിവെച്ചിട്ട് ഓടിച്ചെന്ന് കൈകാലുകൾ കഴുകിയിട്ട് മുതുപെടുത്തിട്ട് നിസ്കരിക്കുന്ന ഉമ്മ, നിനക്കല്ല തരുന്ന പ്രതിഫലമറിയുവോ? ഈ പള്ളിയുടെ വിരാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമല്ലോ,
നാട്ടുകാരും കുടുംബക്കാരും മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ. അവസാനം വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നെ പിടിച്ച് മലർത്തി കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ. എന്നിട്ട് ജീവിതത്തിൽ ഒരിക്കലും നീ ധരിക്കാത്ത 3 കഷ്ടം വെള്ളത്തുടികളുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തിയിട്ട് അതാ സുഗന്ധം തേച്ച പഞ്ഞി കിടക്കുകയാ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകെട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ, മൂക്കിന്റെ ദ്വാരത്തു പഞ്ഞിയെടുത്ത് വെക്കുന്ന ഒരു ദിവസമുണ്ടടി പൊന്നുമോളെ. ഇന്നലെ വരെ നിന്റെ കൂടെ നടന്ന നിന്റെ ഭർത്താവും നിന്റെ മാതാപിതാക്കളും നിന്റെ മക്കളും പറയുകയാ, കാണണ്ടവരൊക്കെ കണ്ടോ, പുതിയ പോകുകയാ. അല്ലാഹുവേ, നിന്റെ വീടിനകത്ത് തിരക്ക് കൂടുമ്പോ നിന്റെ ഭർത്താവ് തന്നെ പറയും, കണ്ടതൊക്കെ മതി പുതിയ. പ്രതിഫലം കേൾക്കണോ? അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിച്ചതിന് റബ്ബ് തരുന്ന പ്രതിഫലം കേൾക്കണോ? അല്ലാഹുവേ, ഈ പള്ളിയിൽ നിന്നൊരു മയ്യത്ത് കെട്ടിരുന്ന വാഹനം നിന്റെ വീട്ടിൽ വരുമല്ലോ. അതിനകത്തേക്ക് നിന്നെ എടുത്ത് മലർത്തി കിടത്തുമല്ലോ. ഈ പള്ളി തികയില്ല വാപ്പാ, ഈ പള്ളി തികയൂല. നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഈ പള്ളിയിലെ സ്ഥലമുണ്ടാകില്ല. എന്റെ പൊന്നാര ചെറുപ്പക്കാരികളായ പെൺകുട്ടികള്, എന്റെ പെങ്ങന്മാരെ, നിന്റെ മയ്യത്ത് നമസ്കരിക്കാ ഈ പള്ളിക്കകത്ത് സ്ഥലം കിട്ടില്ല പെണ്ണേ. നിന്റെ വീട്ടുകാര് മുഴുവനും നിന്റെ കുടുംബക്കാര് മുഴുവനും പള്ളിയിൽ വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പള്ളി നിറയും പെണ്ണേ. ആര് വരുമെന്നറിയുമോ? ആര് വരുമെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകൾ വരികയാ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം കാണാത്ത, പാപം പറയാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ വരികയാ. 70,000 മലക്കുകൾ വരുമുമ്മ നിന്റെ മയ്യത്ത് നിസ്കരിക്കാ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാ. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ പുറകിൽ ഒരുക്കിയിട്ടിരിക്കുന്ന ഖബറുണ്ടല്ലോ, അല്ലാഹുവേ, ഖബറിന്റെ ആഴമോ സോദരാ നീ നോക്ക്. അതിൽ നിന്ന് മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കൊണ്ട് കുടസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ. എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. അങ്ങനെ പള്ളിപ്പറമ്പിലേക്ക് നിന്റെ ജനാസ കൊണ്ടുവരുമ്പോ ഖബറിനകത്തിറങ്ങുന്നതാരാ? ഖബറിലേക്ക് ജനാസ ഇറക്കുന്നതാരാ? നിന്റെ ഖബറിൽ പലകയെടുത്ത് വെക്കുന്നതാരാ? നിന്റെ ഖബറിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടുന്നതാരാ? അല്ലാഹുവിന്റെ മലക്കാണ് പെണ്ണ്. മലക്കുകൾ ഖബറടക്കുകയാ. അധികം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ ഖബറടക്കിയതാരെന്നറിയുമോ? മലക്കുകളാണ് സഹാബ.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമസ്കാരത്തിന്റെ കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ് പറഞ്ഞ റബ്ബ് തരുന്ന 6 പ്രതിഫലങ്ങളിൽ 6 പ്രതിഫലങ്ങളിൽ 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു നിന്റെ ഉപജീവനത്തിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹു തരുന്ന 1ാമത്തെ പ്രതിഫലം, അല്ലാഹു തരുന്ന 1ാമത്തെ പ്രതിഫലം, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു മതിയടാ ചെറുപ്പക്കാരാ, അല്ലാഹു മതിയടി പൊന്നുമോളെ, പിന്നെ ആരും നിനക്ക് വേണ്ട. 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ശപിക്കപ്പെട്ടവനായ ലഅനത്താക്കപ്പെട്ട പടച്ചവരെ ഇബ്ലീസ് ഉണ്ടല്ലോ, അവന്റെ ശർറിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുകയാ. 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ്, ഏത് കാര്യത്തിലും അല്ലാഹുവിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പരമേൽപ്പിക്കുക. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം 11 മണിയായി. അൽഹംദുലില്ലാ ഞാൻ 10:30 പറഞ്ഞത്. അപ്പോൾ അൽഹംദുലില്ലാ 11 മണിയായി. ഇൻഷാ അല്ലാഹ് പറയാൻ വിഷയം പരിപൂർണമായി പറയാൻ കഴിയാത്തതിൽ വിഷമമുണ്ട്. പക്ഷേ സമയവും സാഹചര്യവും നമ്മൾ നോക്കണമല്ലോ. നാളത്തെ സുബ്ഹി നിസ്കാരം നിർബന്ധമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു ഇനി ആയുസ് തന്ന 1.5 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നു, വീണ്ടും ഒരു അവസരം കിട്ടി. ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുമെങ്കിൽ ഇതുപോലെ നമുക്ക് കൂടണം. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ ഹിഫ്ള് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലുണ്ട് 10-14 കുട്ടികൾ പഠിക്കുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട്. അന്ന് ഞാനും വന്നിട്ടാണ് ഈ മക്കൾക്ക് കട്ടിൽ വാങ്ങിക്കൊടുത്തത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കൾക്ക് കിടക്കാനുള്ള കട്ടിൽ വാങ്ങിച്ചു കൊടുത്തത് ഞാനാണ്. എനിക്ക് വലിയൊരു അത്ഭുതം തോന്നിയത് ഇവിടുത്തെ ഹാഫിൽ ഉസ്താദ്, ഈ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദ്, വർഷങ്ങൾക്ക് മുമ്പ് 25 ജുസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ, ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ അടുക്കൽ സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു ദുആ ചെയ്യണം. അന്ന് ഉസ്താദിന്റെ തലയിൽ കൈവച്ചിട്ട് ഞാൻ പറഞ്ഞു ഹാഫിൽ ആക്കട്ടെ. എനിക്ക് വലിയ മഹത്വമുള്ളത് കൊണ്ടൊന്നുമല്ല, ഉസ്താദ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. ഉസ്താദ് ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു, ഒരുപാട് മക്കളെ ഹാഫിളീകളായി. എന്റെ ഉമ്മമാരെ, എന്റെ ഉമ്മ നിന്റെ മക്കളെ ഹാഫിളാക്കാത്ത നിന്റെ മകൻ എന്തെന്നറിയോ? ഈ ഇരിക്കണ മക്കളുടെ ശരീരത്ത് തൊടണമെങ്കിൽ ഒതുവെടുക്കണം. ഇവർക്കൊരു പരമ്പര പറയാനുണ്ട്. ഈ ഇരിക്കണ മക്കൾക്കൊരു പരമ്പര പറയാനുണ്ട്. എന്താ പരമ്പര എന്നറിയോ? ആലിമീങ്ങൾ, ഉസ്താദന്മാർ, ഞങ്ങളുടെ പരമ്പര, എനിക്ക് ഇൽമു പഠിപ്പിച്ചു തന്നെ എന്റെ ഉസ്താദ്, എന്റെ ഉസ്താദ്, എന്റെ ഉസ്താദിന്റെ ഉസ്താദ്, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം ഉസ്താദന്മാരുടെ പരമ്പര പോയി അവസാനിക്കുന്നത് മഹാനായ ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഞങ്ങളുടെ പരമ്പര പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പരമ്പര പോയി അവസാനിക്കുന്നത് മുഹിയുദ്ദീൻ ശൈഖിലാണ്. മുഹിയുദ്ദീൻ ശൈഖിന്റെ പരമ്പര പോയി അവസാനിക്കുന്നത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണ്. തങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത് ജിബ്രീല, ജിബ്രീലിന് പറഞ്ഞു കൊടുത്തത് അല്ലാഹു. ഇതാ പരമ്പര, ഇതാ പരമ്പര. നീ പഠിച്ചു നോക്ക്. ഒരു ഖുർആൻ പഠിക്കുന്ന ഈ ഇരിക്കുന്ന ഹാഫിളാകട്ടെ, ആലിമീങ്ങളാകട്ടെ, പരമ്പര പറഞ്ഞു പറഞ്ഞ് അല്ലാഹുവിലെത്തുന്ന ഒരു പരമ്പര പറയാൻ ഞങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കോ? നിങ്ങൾക്ക് ചിന്തിക്ക്. എന്തുണ്ട് സഹോദര? അതാ ഖുർആൻ, അതാണ് ഖുർആൻ. ഈ മക്കളെ തൊടണമെങ്കിൽ നീ ഒതുവെടുക്കണം, ചുമ്മാതെ തൊടരുത്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഹാഫിളീങ്ങളായ മക്കളെ തൊടണമെങ്കിൽ നീ ഒളുവെടുത്തിട്ടേ തൊടാവൂ. ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഒളുവെടുത്തിട്ട് വേണം അവരെ തൊടാൻ. അവരെങ്ങാനും പള്ളിപ്പറമ്പിൽ ഇറങ്ങിപ്പോയ ഖബറാളികൾ രക്ഷപ്പെട്ടു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ കൊച്ചുമക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് പറ ദുആ ചെയ്യാൻ. ഉമ്മാ, നിന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ നിസ്കരിക്കാൻ പള്ളിയിലെ ഖതീബ് വേണ്ട, നിന്റെ മകൻ തന്നെ വേണം. അവൻ ഹാഫിളായിരിക്കണം, അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച മകനായിരിക്കണം നിന്റെ മയ്യത്തിന് ഇമാമത്ത് നിൽക്കാൻ.
അങ്ങനെ ഒരെണ്ണത്തിന് നിന്റെ വയറ്റിൽ ഉണ്ടാക്കിയെടുക്ക്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരെണ്ണത്തിന് അതിനു വേണ്ടി മാറ്റിവെക്ക്. പണ്ടത്തെ ഉസ്താദന്മാർക്ക് ശമ്പളമില്ല, ജോലിയില്ല എന്നൊക്കെ പറയും. ഇന്നത്തെ ഉസ്താദന്മാർ ഇംഗ്ലീഷ് പറയണ കേട്ടിട്ടുണ്ടോ? ഇന്നെത്ര ഉസ്താദന്മാരുടെ വിദ്യാഭ്യാസം അറിയോ? നീ ഇപ്പോഴും ബൈക്കില്ല, ഉസ്താദ് നടക്കണത് കാറില്ല. അള്ളാഹു കൊടുക്കുന്ന ഇസ്സത്തതാ. ഉസ്താദന്മാര് ഡോക്ടർമാരായ ഉസ്താദന്മാരില്ലേ, എഞ്ചിനീയർമാരായ ഇന്നത്തെ ഹുദവികളൊക്കെ പടച്ചോനെ വല്ലാത്ത അത്ഭുതമാണ്. അന്നത്തെ ഉസ്താദന്മാരൊക്കെ എത്ര വിദ്യാഭ്യാസം, എത്ര ഉയർന്ന പദവിയിൽ, കളക്ടറില്ലേ പറയാൻ, അഭിമാനത്തോടു കൂടി പറയാൻ. അള്ളാഹു ഞങ്ങൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരത് കൊണ്ട് മക്കളെ അള്ളാഹുവിന്റെ ദീനുമായി അടുപ്പിക്ക്. ഒരെണ്ണത്തിനെയെങ്കിലും നീ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മാറ്റിവെക്ക്, പഠിപ്പിക്ക്. സ്ഥാപനം കണ്ണിന്റെ മുന്നിൽ കിടക്കുന്നു, നാട് തണ്ടി പോകേണ്ട കാര്യമില്ല. നിന്റെ കണ്ണിന്റെ മുന്നിലല്ലേ സ്ഥാപനം കിടക്കുന്നത്. നിനക്ക് വേണ്ടി ഒരെണ്ണത്തിനെ നീ പഠിപ്പിക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ മക്കൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദുആ ചെയ്ത് പിരിയാം. 3 ഹാഫിദീങ്ങൾ ആ മക്കളുടെ കൂട്ടത്തിലുണ്ട്. 3 ഹാഫിദീങ്ങളായ മക്കൾ, 12 ഹാഫിദീങ്ങൾ പോയി. ഇപ്പൊ ഈ കൂട്ടത്തിൽ 3 പേരില്ലേ? 3 പേര് ഹാഫിദീങ്ങൾ ആരടാ? 3 മക്കൾ. 3 പേര് അൽഹംദുലില്ലാ, 3 കൊച്ചുമക്കൾ. നിന്റെ മോൻ കുത്തിക്കൊണ്ട് നടക്കാം ഇപ്പോഴും. അവൻ യൂട്യൂബിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പഠിക്കുന്നു. അവൻ 6666 ആയത്ത് പഠിച്ചു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മുടെ മക്കളെയും നമുക്ക് പഠിപ്പിക്കാൻ കഴിയണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യാം. ഈ രാത്രി 11 മണി വരെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി പിരിഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണം. ഉസ്താദ് എന്തൊക്കെയോ പറഞ്ഞവനൊന്നും അറിയില്ല, കേട്ടവനൊന്നും അറിയില്ല. ഈ പറഞ്ഞതൊക്കെ ഒന്നുകൂടെ പറയാൻ പറഞ്ഞ എനിക്കും അറിയില്ല. അതാണ് സത്യം. ഈ പറഞ്ഞ വിഷയം ഒന്നുകൂടെ പറയാൻ പറഞ്ഞ അത് പറയാൻ എനിക്കും അറിയില്ല. അതുകൊണ്ട് പറയുന്നതിലും കേൾക്കുന്നതിലുമല്ല കാര്യം, ജീവിതത്തിൽ നമുക്കൊരു നന്മ ചെയ്യാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്ത് പിരിയാൻ പോകുകയാണ്. ഈ പിരിയുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്തിട്ട് പിരിയണം. ഒരു നന്മ ചെയ്തിട്ട് പിരിയണം. സഹചാരിയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എത്രയോ രോഗികൾ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവർ, വളരെ പ്രയാസത്തിൽ കഴിയുന്നവർ. എന്റെ പ്രിയപ്പെട്ടവരെ, രോഗികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം സഹചാരി നൽകുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ നാടുകളിൽ രോഗം പിടിച്ചു കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ രോഗികൾ പലരും കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയാണ്. പലരും കിടന്ന കിടപ്പിൽ തന്നെ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നു. ആ പാപങ്ങൾക്ക് ഒന്ന് എഴുന്നേക്കാൻ കിടന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ശരീരത്തിന്റെ പുറകിലെ മാംസം പോലും പൊട്ടിപ്പോയവരുണ്ട്. ഒന്ന് വീടിന്റെ ബാത്റൂമിൽ പോകണമെങ്കിൽ ഒരാൾ ആശ്രയിക്കേണ്ട സാഹചര്യം. ഇങ്ങനെ വളരെ പ്രയാസത്തിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ആ പാപങ്ങൾക്ക് നമുക്കൊരു താങ്ങാകാൻ കഴിയണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.